സ്ഥാനം എന്നാണ് ഈ ശബ്ദത്തിൻ്റെ അർത്ഥം. അപ്പോൾ സൂര്യൻ്റേതായിട്ടുള്ള സ്ഥാനം. അപ്പോൾ ഉദയസൂര്യൻ്റെ ആദ്യ രശ്മി വീണതായിരിക്കുന്ന ഇടാണത്. അതാണ് ഈ കോണാർക്ക് ഈ സ്ഥാനത്തിന് അർക്കൻ സൂര്യൻ്റെ പര്യായമാണ്. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ സ്ഥാനത്തിന് അങ്ങനെ ഒരു പേര് വന്നത്. വിശദമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ കഥ നമുക്കൊരു സിനിമയായിട്ട് കാണാം. അപ്പോൾ അതിലൂടെ മനസ്സിലാവും. ഈ പറയുന്നേക്കാൾ കൂടുതൽ അത് കാണുന്ന സമയത്ത് മനസ്സിലാവും. അവിടെയാണ് ക്ഷേത്രമുള്ളത്. ഇത് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ്. ഇന്നിവിടെ പൂജാതി കാര്യങ്ങൾ യാതൊന്നുമില്ല. സൂര്യക്ഷേത്രം ഭാരതത്തിൽ വളരെ വിരളമായിട്ട് മാത്രമേ ഉള്ളൂ. അതിൽ ഒന്ന് ഇതാണ്, ഈ കൊണാർക്കാണ് പ്രസിദ്ധമായിട്ടുള്ള സൂര്യക്ഷേത്രം. മറ്റൊന്ന് ഗുജറാത്തിൽ മൊധേര എന്ന് പറയുന്ന സ്ഥാനത്താണ് മറ്റൊരു സൂര്യക്ഷേത്രം ഉള്ളത്. മറ്റൊന്നുള്ളത് കാശ്മീരിലാണ്, മാർത്താണ്ഡം എന്ന് പറയും. ആ മാർത്താണ്ഡം എന്നുള്ള സ്ഥാനം ഇന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ ഭാഗത്തല്ല, POK-യിലായിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെയാണ് മറ്റൊരു സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു പ്രത്യേക രീതിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ വാസ്തുകലകളൊക്കെ. എന്നുവെച്ചാൽ സൂര്യരശ്മി നേരെ ബിംബത്തിൽ പതിക്കുന്ന രീതിയിലാണ്. ഉദിക്കുന്ന സൂര്യൻ്റെ രശ്മി നേരെ ബിംബത്തിൽ പതിക്കുന്ന രീതിയിലാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ പുത്രനായിരിക്കുന്ന സാമ്പൻ കുറച്ചു കാലം ഭജനം ഇരുന്നതായിട്ടുള്ള ഇടാണ്. ഇവിടെ അടുത്ത് ഒരു ബീച്ചുണ്ട്, ചന്ദ്രഭാഗ എന്നാണ് ആ ബീച്ചിൻ്റെ പേര്. ചന്ദ്രഭാഗ നദി സമുദ്രത്തിൽ ചേരുന്നതായിട്ടുള്ള ഒരു സ്ഥാനമൊക്കെയാണത്. അപ്പോൾ ചന്ദ്രഭാഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗവത്തിലൊക്കെ പ്രസിദ്ധമാണത്. പഞ്ചമസ്കന്ധത്തിൽ ഈ പേരുകളൊക്കെ പരാമർശിക്കുന്നുണ്ട്. गजराज चिंता कल थाई घोर जाने नो चक्र पेशी नक्र नासी उधारे ले आपण आहे नील शैल सभा तले शुणी द्रौपदीर जनाण कोटी वस्त्र दे लज्जा कल बारण आहे नील शैल ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏകീകരണത്തിനായിട്ട് അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ 4 പീഠങ്ങൾ അഥവാ 4 ധാമങ്ങളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. പ്രസിദ്ധമായ ആ 4 ധാമങ്ങൾ, ഒന്ന് ശൃംഗേരിയാണ്, പിന്നെ ഈ പുരീധാമാണ്, ഗോവർദ്ധന പീഠം എന്ന് പറയും. അടുത്തത് ദ്വാരകയിലാണ്. പിന്നെ ഒന്ന് ഹിമാലയത്തിലെ ബദരികാശ്രമത്തിനടുത്തായിട്ട് ജ്യോതിർമഠം, ജോഷി മഠം എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്നു, ബദരികാശ്രമം തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 4 ധാമങ്ങളാണ് അദ്ദേഹം സ്ഥാപിച്ചത്.
പുറമെ മഠങ്ങൾ ഭാരതത്തിൻ്റെ പല പല ഭാഗങ്ങളിൽ ധാരാളമായിട്ട് ഉണ്ട്. ജഗദ്ഗുരു ശങ്കരാചാര്യസ്വാമികളുടെ ധ്യാനസ്ഥലിയിലാണ് നമ്മൾ നേരത്തെ പോയിട്ട് തൊഴുതതും നമസ്കരിച്ചതും. തൊട്ടപ്പുറത്താണ്. അദ്ദേഹം ഇവിടെയാണ് ജഗന്നാഥനെ കുറേ കാലം അദ്ദേഹം ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അല്പസമയം നമുക്കിവിടെ എത്തിപ്പെടാൻ പറ്റിയ ഒരു ഭാഗ്യമാണ്. എന്നുവെച്ചാൽ സാധാരണ ഈ പുരിയിൽ വന്ന് പുരി വരെ എത്താറുണ്ട്, അവിടെ വന്ന് അങ്ങനെയാണ് പോകും. പക്ഷേ ഈ ശങ്കരമഠത്തിൽ അങ്ങനെ എത്താറില്ല. അപ്പോൾ ഇവിടെ വരാൻ സാധിച്ചു. അല്പസമയം നാമം ജപിക്കാന്നുള്ളതാണ്. ഇവിടെ അതാ വേണ്ട, താഴെ മൗനാണ്, താഴത്ത് മൗനാണ്. അപ്പോൾ ഇവിടെ നാമസങ്കീർത്തനത്തിനാണ് കുറച്ച് പ്രാധാന്യമുള്ളത്. അപ്പോൾ ഇവിടെ വരുന്ന ഭക്തർ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം നാമം ജപിക്കാറുണ്ട്. അപ്പോൾ നമുക്കും നാമം ജപിച്ച് ചില സ്തോത്രങ്ങളൊക്കെ ജപിച്ചിട്ട് നമുക്ക് നീങ്ങാം. തൊഴുതുകൊണ്ട് ചൊല്ലിത്തരുന്ന വരികൾ പരമാവധി ശബ്ദത്തിലേറ്റില്ല. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാൽ ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ മനോരഥോ മദീയോയം സഫലഃ സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യാ ദാസോഹം തവ കേശവ ശുകരൂപ പ്രബോധജ്ഞാ സർവശാസ്ത്ര വിശാരദ ഏതൽ കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദോത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായത്തെ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വം നോ യത പ്രഭോ നാമ സങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം കോമളം പൂജയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ
ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശങ്കരാചാര്യ പീഠത്തിലിരിക്കുന്നുണ്ട് ഒരു ശങ്കരാചാര്യ കൃതി, പ്രസിദ്ധമായ വിഷ്ണുഭുജംഗം. നമുക്കെല്ലാവർക്കും കൂടി ചേർന്ന് ചൊല്ലാം. അറിയാവുന്നവരൊക്കെ ഏറ്റുചൊല്ല, അല്ലാത്തവർ ശ്രദ്ധയോട് കൂടിയിട്ട് ശ്രദ്ധിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. വിദംശം വിതം നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരമോകാരഗമ്യം ഗുണാതീതമവ്യക്തമേകം തുരീയം പരബ്രഹ്മയം വേദ തസ്മൈ നമസ്തേ. വിശുദ്ധം ശിവം ശാന്തമാദ്യന്തശൂന്യം ജഗജ്ജീവനം ജ്യോതിരാനന്തരൂപം അദിക്ദേശകാലവ്യവച്ഛേദനീയം ത്രയീവർത്തിയം വേദ തസ്മൈ നമസ്തേ. മഹായോഗപീഠേ പരിഭ്രാജമാനേ ഭരണ്യാദിതത്വാത്മകേ ശക്തിയുക്തേ ଶୈଳ ପ୍ରବଳ ମତ ବାରଣ ପ୍ରବଳ ମତ ବାରଣ ମୋ ଆରତ ନଳିନୀ ବନକୁ କର ଦଳନ ଆହେ ନୀଳ ଶୈଳ. गजराज चिंता कल थाई घोर जलेन चक्र पेशी नक्र नासी उधारिले आपण आहे नील शैल. ധൗളി ഹിൽസ് പിന്നെ ബ്രിട്ടീഷുകാരെ വിളിച്ചു. ധവളഗിരി എന്നാണ് ഈ ഗിരിയുടെ അഥവാ ഈ പർവ്വതത്തിന്റെ പേര്. തൊട്ട് താഴെ ഒരു നദി ഒഴുകുന്നുണ്ട്, കാണുന്നുണ്ടോ? ദയ എന്നാണ് ഈ നദിയുടെ പേര്. ദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ സങ്കടം കാണുന്ന സമയത്ത് അത് തീർത്തു കൊടുക്കണം എന്ന ഒരു മനസ്സ് നമ്മുടെ അകത്തുണ്ടായി കഴിഞ്ഞാൽ അത് ദയയായി. അങ്ങനെയാണ് ഈ നദിക്ക് ഈ ഒരു പേര് വരാൻ കാരണം. കലിംഗ യുദ്ധസമയത്ത് അശോക ചക്രവർത്തിക്ക് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊല്ലേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഈ ധവളഗിരിയുടെ മുകളിൽ കയറി. ധവളഗിരിയുടെ മുകളിൽ കയറിയ സമയത്ത് അദ്ദേഹം ഈ ദയാനദി കണ്ടു. അന്ന് ഈ ദയാനദിക്ക് ഇതായിരുന്നില്ല നിറം, വെറും ചുവപ്പ്. അതായത് രക്തം തന്നെയാണ് ഇവിടെ ഒഴുകിയിട്ടുണ്ടായിരുന്നത്. രക്തം തന്നെ നദിയായിട്ട് ഒഴുകിയ പോലെയാണ് ആ ഒരു പ്രതീതിയാണ് അന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ വെച്ച് ആ നദി കണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സങ്ങോട്ട് മാറായത്. താൻ കാരണം അനവധി പേർക്ക് ജീവനില്ലാതായി തീർന്നു, നിരവധി വിധവകളുണ്ടായി, അതേപോലെ പിതാക്കന്മാർ നഷ്ടപ്പെട്ട നിരവധി കുട്ടികൾ, സഹോദരങ്ങൾ. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ മനസ്സങ്ങോട്ട് മാറി അവരുടെ സങ്കടം തീർത്തു കൊടുക്കണം എന്ന ഒരു തോന്നല് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടാവുകയാണ്. അങ്ങനെ ഇദ്ദേഹം എന്തെന്ന് വെച്ചാൽ ബുദ്ധമതത്തെ സ്വീകരിച്ചു. ബൗദ്ധ സന്യാസിമാരുടെ താത്വിക പ്രവചനങ്ങളിൽ ആകൃഷ്ടനായിട്ട് അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ച് പിൽക്കാലത്ത് ഭഗവത് പദത്തിൽ എത്തിയെന്ന ആ
മനസ്സ് മാറിയതായിരിക്കുന്ന സ്ഥാനാണ് ഈ ഒരു ഗിരി. അതാണ് ധവളഗിരി എന്ന് ഇവിടെ പേരും വരാൻ കാരണം. പ്രബଳ ବାରଣ ମୁଆର ତ ନଳିନୀ ବନକୁ କର ଦଳନ ଆହେ ନୀଳ ଶୈଳ गजराज चिंता कल थाई घोर जड़ेनो चक्र पेशी नक्र नासी उधारिले आपण आहे नील शैल सभा तले शुणी द्रौपदीर जनाण कोटी वस्त्र दे लज्जा कल बारण आहे नील शैल गजराज चिंता कल थाई घोर जड़ेनो चक्र पेशी नक्र नासी उधारिले आपण आहे नील शैल